ഹായ് കൂട്ടുകാരെ, കുട്ടി മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ശക്തിയെ ബുദ്ധി കൊണ്ട് മറികടന്ന ബുദ്ധിമാനായ മുയലിന്റെയും ക്രൂരനായ സിംഹത്തിന്റെയും കഥയാണ്. ആർക്കാടാ ഈ കാട്ടിൽ എന്നേക്കാൾ ശക്തി? പണ്ടൊരിടത്ത് അങ്ങ് ദൂരെ പഞ്ചവർണ്ണക്കാട്ടിൽ മൃഗങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചു വരികയായിരുന്നു. ഹായ് ഹായ്, എന്ത് രസമായി പോയി കളിക്കാൻ. സന്തോഷം കൊണ്ട് എനിക്ക് നൃത്തം ചെയ്യാൻ തോന്നുന്നു. എന്നാൽ ആ സന്തോഷം അധിക നാൾ നീണ്ടുനിന്നില്ല. ദുഷ്ടനായ ഒരു സിംഹം മൃഗങ്ങൾക്കെല്ലാം ഭീഷണിയായി അവിടെ എത്തി. ഷേരുസിംഹം അവിടെ വന്ന് മൃഗങ്ങളെ ഒന്നൊന്നായി പിടിച്ചു ഭക്ഷിക്കാൻ തുടങ്ങി. ദുഷ്ടനായ അവന്റെ അലർച്ച കേൾക്കുമ്പോ തന്നെ കാട്ടിലെ മൃഗങ്ങൾ പേടിച്ചു വിറയ്ക്കും. എനിക്ക് വിശക്കുന്നു. എത്ര സമയമായി ഞാൻ ഭക്ഷണം കാത്തിരിക്കുന്നു. ഈ ചോദ്യം കേട്ട മൃഗങ്ങൾ പേടിച്ചോടി ഒളിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യും? മിണ്ടാതിരുന്നില്ലെങ്കിൽ ഷേരു നമ്മളെ പിടിച്ച് കഴിക്കും. അന്ന് വൈകുന്നേരം കാട്ടിലെ ഒരു വലിയ മരത്തിനു ചുറ്റും മൃഗങ്ങൾ ഒത്തുകൂടി അവരുടെ ആശങ്കകൾ പങ്കുവച്ചു. നമ്മൾ അപകടത്തിലാണ്. ആ ഷേരു എല്ലാവരെയും കൊണ്ടുപോയി കഴിക്കുക. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തേ പറ്റൂ. എന്റെ അമ്മ, ഇന്നലെ ദൂരെ നിന്ന് ഞാൻ അവനെ കണ്ടിരുന്നു. കണ്ടിട്ടേ പേടിയായി. അവന്റെ പല്ല് മുഴുവൻ ചോരയായിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം. ഓരോ ദിവസമായി ഓരോ മൃഗങ്ങളെ അവന്റെ അടുത്തേക്ക് അയക്കാം. അപ്പോൾ അവൻ എല്ലാവരെയും ഒരുമിച്ച് കൊല്ലില്ലല്ലോ. പക്ഷെ ആര് തീരുമാനിക്കും ആര് പോകും? നമ്മൾ തന്നെ തീരുമാനിച്ച് ഓരോരുത്തരായി പോകാം. പേടിക്കാതെ ശാന്തമായിരുന്നാൽ നമുക്കവനെ തുരത്താനുള്ള എന്തെങ്കിലും മാർഗം കണ്ടെത്താം. മനസ്സില്ലാ മനസ്സോടെ അവർ ഒരുമിച്ച് തീരുമാനിച്ചു. എന്നാൽ അങ്ങനെ ചെയ്യാം. ഓരോ ദിവസം ഓരോ മൃഗങ്ങൾ. അടുത്ത ദിവസം പോകാനായി തിരഞ്ഞെടുത്തത് മിട്ടുമുയലിനെയാണ്. ശാന്തനും ബുദ്ധിമാനും ധൈര്യശാലിയുമായിരുന്നു മിട്ടു. കൂട്ടുകാരെ, നിങ്ങൾ പേടിക്കേണ്ട. അവന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനുള്ള സൂത്രം എന്റെ കയ്യിലുണ്ട്. സൂത്രം കൊണ്ടങ്ങ് ചെല്ലി. ഈ ചെറിയ നിന്നെ അവൻ ഒറ്റയടിക്ക് തന്നെ അകത്താക്കും. കുറച്ചുകൂടി വലിയ ആടോ മാനോ ആയിരുന്നു നല്ലത്. ഇവൻ ചെറുതല്ലേ. ശ്ശോ, എന്നെ ഒന്ന് വിശ്വസിക്കും. ഞാൻ ചെറുതായിരിക്കാം, പക്ഷെ ബുദ്ധിയാണ് ശക്തിയേക്കാൾ കരുത്തെന്ന് ഞാൻ തെളിയിക്കും. കേട്ടോ, ശ്രദ്ധിക്കണേ. ആരും പേടിക്കണ്ട. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഞാൻ തിരിച്ചു വന്നിരിക്കും. അങ്ങനെ ഹൃദയം തകരുന്ന വേദനയോടെ മിട്ടുമുയലിനെ അവർ ഷേരുവിന്റെ അടുത്തേക്ക് യാത്രയാക്കി. ഷേരു അവന്റെ ഗുഹയ്ക്കു മുന്നിൽ അക്ഷമനായി ഭക്ഷണത്തിനു വേണ്ടി നിൽക്കുമായിരുന്നു. മിട്ടു അവിടേക്ക് ഓടിയെത്തി. എന്താടാ നീ ഇത്രയും താമസിച്ചത്? എത്ര നേരമായി ഞാൻ വിശന്നിരിക്കുന്നു. ക്ഷമിക്കണം രാജാവേ, ഞാൻ നേരത്തെ ഇറങ്ങിയതാ. പക്ഷെ ഇവിടെ എത്താൻ വൈകിയതാ. പീക്കിരി മൊയലേ, ഈ ചെറിയ നീ മാത്രമാണോടാ വന്നത്? നിന്നെ കഴിച്ചിട്ട് എനിക്ക് എന്താവാനാടാ? അതെ, ഞാൻ താങ്കൾക്ക് വേണ്ടി 5 മുയലുകളെ കൊണ്ടുവന്നതാ. പക്ഷെ വഴിയിൽ നിങ്ങളെ തടഞ്ഞു നിർത്തി. തടഞ്ഞോ? ആരാടാ? ആ കീരൻ സിംഹം. അവൻ 5 മുയലുകളെയും കഴിച്ചു. അവനാണത്ര ഈ കാട്ടിലെ രാജാവ്. ഇത് പറയാനാ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. എന്ത്? ഷേരുവല്ലാതെ ഈ കാട്ടിൽ മറ്റൊരു രാജാവോ? കാണിച്ച് താടാവനെ, ഇപ്പൊ തന്നെ തീർത്തേക്കാം. ഞാൻ കാണിച്ചു തരാം. ഇതിലേ വന്നോളൂ രാജാവേ. ആ കിങ്ങിണിപ്പുരയുടെ അപ്പുറത്താണ് അവന്റെ താമസം. അവനെ ഞാൻ തുണ്ടം തുണ്ടമാക്കും. ഈ കാട്ടിലൊറ്റ രാജാവ് മതി. അങ്ങനെ ഷേരുവിനെയും കൊണ്ട് മിട്ടു
കാട്ടുവഴികളിലൂടെ വേഗത്തിൽ മുന്നോട്ട് നടന്നു. രാജാവേ, അങ്ങൊരു മണ്ടനാണെന്നും പറഞ്ഞ് കളിയാക്കുകയും ചെയ്തായിരുന്നു. എന്നെ വെല്ലുവിളിക്കാൻ തക്ക ഒരു സിംഹവും ഈ കാട്ടിൽ ഇന്ന് വരെ ജനിച്ചിട്ടില്ല. കാണിച്ചു കൊടുക്കാം. ശരിയാ രാജാവേ, അവന് തക്ക ശിക്ഷ തന്നെ കൊടുക്കണം. ഞങ്ങളുടെ രാജാവ് ഷേരുസിംഹവാ. ജയ് ജയ് ഷേരുസിംഹം, ജയ് ജയ് ഷേരുസിംഹം. എവിടെ എത്തുന്നില്ലല്ലോ. വേഗം സ്ഥലം കാണിച്ചു താടാ. ഇന്നവന്റെ പണി തീർക്കണം. അങ്ങനെ നടന്നവർ കാടിന് നടുവിലുള്ള നല്ല തെളിഞ്ഞ വെള്ളമുള്ള ഒരു കിണറിനടുത്തെത്തി. നോക്ക് രാജാവേ, അവൻ ഇതിനകത്തിരിപ്പുണ്ട്. അങ്ങ് സൂക്ഷിക്കണം, കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. ഓഹോ, ഞാൻ അവനെ കാണുന്നുണ്ട്. കാണാൻ അവൻ എന്നെ പോലെ തന്നെ ഉണ്ട്. അവൻ എന്നെ കണ്ണുരുട്ടി പേടിപ്പിക്കാൻ നോക്കുന്നു. എന്റെ സ്വഭാവം അവൻ അറിഞ്ഞൂടാ. ദേ നോക്ക്, അവനങ്ങേ കണ്ണുരുട്ടിയും കൊഞ്ഞണം കാണിച്ചും കളിയാക്കുന്നത് കണ്ടോ? ഇവൻ എന്നെ ശരിക്കും അറിയത്തില്ല. വീണ്ടും അവൻ അത് തന്നെ കാണിക്കുന്നു. ഇതൊരു തമാശയാണെന്ന് അവന്റെ വിചാരം. ദേ പിന്നെ നെഞ്ചു വിരിച്ച് അങ്ങേ വെല്ലുവിളിക്കുന്നു. എന്താ അഹങ്കാരിയാ. ഇതുവരെ ഈ കാട്ടിൽ ഒരുത്തനും എന്നെ കളിയാക്കാൻ വളർന്നിട്ടില്ല. ഇപ്പൊ കാണിച്ചു തരാ ഈ ഷേരു ആരാണെന്ന്. ഇങ്ങനെ അലറിക്കൊണ്ട് ഷേരു കിണറ്റിലേക്ക് ഒറ്റ ചാട്ടം. ബ്ലും! കീരൻ എവിടെ? ഇത് മുഴുവൻ വെള്ളമാണല്ലോ. ഇവിടെ ആരെയും കാണാനും ഇല്ലല്ലോ. എടാ ശേരു, നീ കിണറിൽ കണ്ടത് നിന്റെ തന്നെ പ്രതിബിംബമാ. അല്ലാതെ കീരനെ അല്ല. രക്ഷപ്പെടാനായി അവൻ കിണറിൽ കിടന്ന് കൈയും കാലും ഇട്ടടിച്ചു. വല്ല രക്ഷയുണ്ടോ? ആര് വരാൻ? രാജാവായ ഞാൻ ഒരു പീക്കിരി മുയലിനാൽ പറ്റിക്കപ്പെട്ടെന്നോ? കളി തുള്ളിയിട്ടൊന്നും കാര്യമില്ലടാ. നിന്റെ അഹങ്കാരത്തിനുള്ള ശിക്ഷയാണിത്. നിർത്തടാ നിന്റെ തമാശ. അവിടെ കിടന്നു. ബൈ ബൈ രാജാവേ. എന്നെ ഒന്ന് രക്ഷിച്ചിട്ട് പോടാ. കൂട്ടുകാരെ, നിങ്ങളറിഞ്ഞോ? ബ്ലും 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 ബ്ലും. മണ്ടൻ രാജാവ് കിണറ്റിൽ പോയേ. ബ്ലും 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 ബ്ലും. പാട്ടും പാടി തിരിച്ചു വരുന്ന മിട്ടുവിനെ കണ്ട് മൃഗങ്ങൾ അത്ഭുതത്തോടെയും സന്തോഷത്തോടെയും അവന്റെ ചുറ്റും കൂടി. എടാ മിട്ടു, നീ എങ്ങനെ ശരിയിൽ നിന്നും രക്ഷപ്പെട്ടു? ഞാനവരെ കിണറ്റിലാക്കിയിട്ടുണ്ട്. വേണ്ടവര് പോയി കണ്ടോ. മിട്ടു, ഈ കാട് മുഴുവൻ പിന്നെയും സന്തോഷം നിറഞ്ഞു. ജയ് ജയ് മിട്ടു, ജയ് ജയ് മിട്ടു, നീ ഒരു ബുദ്ധിശാലി തന്നെയാ. നീ കാരണം ഞങ്ങൾ എല്ലാരും രക്ഷപ്പെട്ടു വിട്ടു. ഞാൻ എന്റെ ബുദ്ധിയാണ് ഉപയോഗിച്ചത്, ശക്തിയല്ലേ അല്ല. അന്നു മുതൽ കാട് പഴയതുപോലെ സന്തോഷം നിറഞ്ഞതായി മാറി. ഷേരുസിംഹം ഒരിക്കലും തിരിച്ചു വന്നതേയില്ല. ഈ കഥയിൽ നിന്ന് നമ്മൾ എന്താണ് പഠിച്ചത് കൂട്ടുകാരെ? ബുദ്ധിയാണ് ശക്തി. ബുദ്ധിയിലൂടെ എത്ര വലിയ കരുത്തനെയും കീഴ്പ്പെടുത്താൻ കഴിയും. കഥ ഇഷ്ടമായോ കൂട്ടുകാരെ? ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ.